മേരീസ് ലവ്ലി കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ 2 റെസിപ്പീസാണ് ചേർത്തിട്ടുള്ളത്. രണ്ടും നമ്മൾ സേമിയ വെച്ച് തയ്യാറാക്കുന്ന 2 രീതിയിലുള്ള പായസമാണ്. ഈ ഓണത്തിന് നമുക്ക് ഈ രീതിയിൽ സേമിയ പായസം തയ്യാറാക്കി നോക്കാം. ചൂടായ പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ ഗീ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് കാഷ്യൂ നട്ട്സാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. കാഷ്യൂ നട്ട്സ് അല്പം ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും ഇതിലേക്ക് നമുക്ക് റേസിൻസും കൂടി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ കറുത്ത മുന്തിരിങ്ങയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതും രണ്ടും കൂടി നന്നായിട്ട് നമുക്ക് ഒന്ന് മൂപ്പിച്ചെടുക്കാം. കാഷ്യൂ നട്ട്സിന് ഇത്തിരി സമയമെടുക്കും, അതുകൊണ്ടാണ് അത് ആദ്യമേ ഇട്ട് കൊടുത്തത്. ഇപ്പോൾ ഇത് രണ്ടും നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കോരിയെടുക്കാം. ഈ പാനിലേക്ക് 1 കപ്പ് സേമിയ ഇട്ട് കൊടുക്കാം. ഇത് നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ സേമിയ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കോരിയെടുക്കാം. ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. ഈ പാൻ നന്നായിട്ടൊന്ന് തുടച്ചെടുത്തിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് 3/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ പഞ്ചസാര നമുക്കൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ഇത് ക്യാരമൽ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മളിപ്പോൾ തയ്യാറാക്കുന്നത് ക്യാരമൽ സേമിയ പായസമാണ്. ഇപ്പോൾ ഷുഗർ ഒന്ന് മെൽറ്റായി തുടങ്ങിയിട്ടുണ്ട്. ഷുഗറൊക്കെ ഇപ്പോൾ മെൽറ്റായി ഒരു ബ്രൗൺ കളറിൽ വന്നിട്ടുണ്ട്. പഞ്ചസാര മെൽറ്റായി വരുമ്പോൾ ലോ ഫ്ലെയിമിലേക്ക് ഇതാക്കി വെക്കണം. ഇനി നമുക്കിതിലേക്ക് പാല് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് 1 ലിറ്റർ പാലാണ് ചേർക്കുന്നത്. കട്ടിയുള്ള പാല് തന്നെ വേണം ചേർത്ത് കൊടുക്കാനായിട്ട് പായസം തയ്യാറാക്കാൻ. പാല് ചേർത്ത് കൊടുക്കുമ്പോൾ ഇത് പഞ്ചസാരയൊക്കെ ഒന്ന് കട്ടിയായിട്ട് പോലെ തോന്നും, പക്ഷേ അത് കുറച്ച് കഴിയുമ്പോൾ അതെല്ലാം മെൽറ്റായിട്ട് വന്നോളും. 3/4 കപ്പ് പഞ്ചസാരയാണ് ഞാനിവിടെ ക്യാരമൽ ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഞാനൊരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മധുരം എത്രയാണോ നമുക്ക് ആവശ്യമുള്ളത് അതനുസരിച്ചുള്ള പഞ്ചസാര ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ട് പാല് ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. അതിനുശേഷം ഇതൊന്ന് നന്നായിട്ട് തിളച്ച് വരണം. തിളച്ച് വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് സേമിയ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ പാല് നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഞാനിതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച സേമിയ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. സേമിയ നമുക്ക് പാലിലിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം. 2 മിനിറ്റ് ഇതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ സേമിയൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ പായസം ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ടേസ്റ്റിന് വേണ്ടിയിട്ട് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 3 ഏലക്ക നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തതാണ്. പഞ്ചസാരയൊന്നും ചേർത്തിട്ടില്ല, ഏലക്ക മാത്രമായിട്ട് പൊടിച്ചെടുത്തതാണ്. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച കിസ്മിസും കാഷ്യൂ നട്ട്സും ഇട്ട് കൊടുക്കാം. പായസം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഒരു 10 മിനിറ്റ് ഇത് അടച്ച് നമുക്ക് മാറ്റി വയ്ക്കാം. തണുത്ത് കഴിയുമ്പോൾ പായസം കുറച്ചുകൂടി തിക്കായിട്ട് വരും. ഒരുപാട് തിക്കായി പോയിട്ടുണ്ടെങ്കിൽ ഒരല്പം കൂടി പാല് ചേർത്ത് ഒന്ന് ലൂസാക്കിയതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ചെറിയൊരു ചൂടോടെ പായസം വേറൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. സേമിയ പായസം നമുക്ക് ഇതുപോലെ വെറൈറ്റി ആയിട്ട് തയ്യാറാക്കാവുന്നതാണ്. വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്നൊരു പായസമാണ്. ഇങ്ങനെ ഒരു വെറൈറ്റി കളറിലൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾക്കൊക്കെ അത് ഇഷ്ടപ്പെടുകയും ചെയ്യും. കുട്ടികൾക്ക് മാത്രമല്ല വലിയ ആൾക്കാർക്കൊക്കെ ഇഷ്ടപ്പെടും. ഇനി നമുക്കിത് സെർവിങ് ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിൻ്റെ മുകളിൽ കാഷ്യൂ നട്ട്സും കിസ്മിസും ഒക്കെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരുന്നത് കുറച്ച് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഒരു പായസത്തിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്തൊരു പായസത്തിൻ്റെ റെസിപ്പിയിലേക്ക് പോകാം. അതും നമ്മൾ സേമിയ വെച്ചിട്ട് തന്നെയാണ് തയ്യാറാക്കുന്നത്. അതിൻ്റെയും കളർ ഇതുപോലെ ഒരു ബ്രൗൺ കളറായിട്ടാണ് വന്നിട്ടുള്ളത്. പക്ഷേ ഇത് നമ്മൾ ക്യാരമൽ ചെയ്തിട്ടല്ല, നമ്മളിത് ടോഫി സേമിയ പായസമാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു ടിന്നിൽ കണ്ടൻസ്ഡ് മിൽക്കാണ്. ഒരു 95 ഗ്രാമിൻ്റെ കണ്ടൻസ്ഡ് മിൽക്കാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ പുറത്തെ പേപ്പർ നമുക്കൊന്ന് പൊളിച്ച് കളയാം. അതിനുശേഷം നമുക്കിത് കുക്കറിലേക്ക് വെച്ച് കൊടുക്കാം. അത് നമ്മൾ പേപ്പർ എല്ലാം ഒന്ന് പൊളിച്ചെടുത്തിട്ടുണ്ട്. ഇനി കുക്കറിൽ ഇത് വെച്ച് കൊടുത്തിട്ട് കുക്കർ ഈ ടിന്നിൻ്റെ മുകളിൽ വരെ നിൽക്കുന്ന പോലെ വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇതുപോലെ ടിന്ന് വെള്ളത്തിനകത്ത് മുങ്ങി നിൽക്കണം. ഇതുപോലെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് കുക്കർ അടച്ച് 2 വിസിൽ വരുന്നത് വരെ ഇത് കുക്ക് ചെയ്തെടുക്കാം. അതിനുശേഷം ഒരു 15 മിനിറ്റ്സ് സിമ്മറിലിട്ട് വയ്ക്കണം. ചൂടായ ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ ഗീ ഒഴിച്ച് കൊടുക്കാം. ഗീ നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് കാഷ്യൂ നട്ട്സ് ഇട്ട് കൊടുക്കാം. കാഷ്യൂ നട്ട്സ് ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും അതിലേക്ക് കുറച്ച് റേസിൻസും കൂടി ഇട്ട് കൊടുക്കാം.
ഇപ്പോൾ കാഷ്യൂ നട്ട്സ് ഒന്ന് ചെറിയൊരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് റൈസൻസ് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ റൈസൻസ് നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കോരിയെടുക്കാം. ഇനി ഇതേ പാനിലേക്ക് തന്നെ 1 കപ്പ് സേമിയ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ചെറിയൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ വേണം സേമിയ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. സേമിയ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. പായസം തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ 1 ലിറ്റർ പാൽ ഒന്ന് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. ഈ പാൽ നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ പാൽ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഇപ്പോൾ ഫ്രൈ ചെയ്തെടുത്ത ആ സേമിയ ഇട്ട് കൊടുക്കാം. സേമിയ പാലിലിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം. ഞാനിതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്തിട്ടുണ്ട്. എല്ലാം കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. നമ്മൾ നേരത്തെ ടോഫി തയ്യാറാക്കാനായിട്ട് കുക്കറിൽ വെച്ചിരുന്നതാണ്. അത് 2 വിസിൽ വന്ന് 15 മിനിറ്റ് സിമ്മറിലിട്ട് പ്രഷറൊക്കെ പോയതിന് ശേഷമാണ് ഇപ്പോൾ ഞാനിത് തുറക്കുന്നത്. ഇനി നമുക്കിത് തുറന്ന് നോക്കാം. നമ്മൾ ഇതുപോലെ ടോഫി തയ്യാറാക്കുന്നുണ്ടെങ്കിൽ അത് സേമിയ പായസം തയ്യാറാക്കുന്നതിന് കുറേ നേരത്തെ മുന്നേ തന്നെ ഇത് ആദ്യം തന്നെ വേവിച്ച് വെച്ചിട്ട് വേണം. അല്ലെങ്കിൽ ഇതിൻ്റെ പ്രഷറൊക്കെ പോകാനായിട്ട് സമയമെടുക്കും. എന്താ നമ്മളിത് തുറന്നിട്ടുണ്ട്. നല്ല ടോഫി നല്ല കളറിൽ തന്നെ വന്നിട്ടുണ്ട്. നല്ല സൂപ്പറായിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മൾ സേമിയ വേവിക്കാനായിട്ട് ഇട്ടിരുന്നതാണ്. സേമിയ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ടോഫി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഈ ടിന്നിൽ നിന്നും ഒരു 1/4 പാത്രം ടോഫിയാണ് ചേർക്കുന്നത്. പകുതി ചേർത്തിട്ട് നോക്കുക. മധുരം നമ്മൾ നേരത്തെ ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു. മധുരം എങ്ങനെയുണ്ടെന്ന് നോക്കുക. ആവശ്യമുണ്ടെങ്കിൽ അതനുസരിച്ചുള്ള ടോഫി മാത്രം ചേർത്ത് കൊടുക്കാം. ടോഫി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം. ആ ടോഫി ഇതിലേക്കൊന്ന് മെൽറ്റായിട്ട് വരണം. നന്നായിട്ടത് മെൽറ്റായി വന്നു കഴിയുമ്പോൾ പായസത്തിൻ്റെ കളറൊന്ന് ചേഞ്ച് ആയിട്ട് വരും. ഇപ്പോൾ ടോഫിയൊക്കെ മെൽറ്റായി വന്നിട്ടുണ്ട്. പായസത്തിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി വന്നു. ഇപ്പോൾ ഞാനിതിലേക്ക് ചേർത്തിട്ടുള്ളത് ഏലക്കാപ്പൊടിയാണ്. ഏലക്കയും പഞ്ചസാരയും കൂടി ചേർത്തിട്ട് പൊടിച്ചതാണ്. അതുകൊണ്ട് 1.5 ടീസ്പൂൺ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ വറുത്ത് വെച്ച കാഷ്യൂ നട്ട്സും കിസ്മിസും കൂടെ ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് പായസം ഒരു 10 മിനിറ്റ് മാറ്റി വയ്ക്കാം. എല്ലാം കൂടെ ഒന്ന് സെറ്റായിട്ട് വരാൻ വേണ്ടിയിട്ട്. അതിനുശേഷം നമുക്ക് സർവിങ് ബൗളിലേക്ക് മാറ്റാം. നമ്മുടെ ടോഫി സേമിയ പായസം തയ്യാറാക്കിയിട്ടുണ്ട്. നമുക്കിത് ഗ്ലാസ്സിലോ നമ്മൾ ബൗളിലോ എങ്ങനെ വേണമെങ്കിലും നമുക്കിത് സർവ് ചെയ്യാവുന്നതാണ്. ഇന്നത്തെ 2 വീഡിയോയും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്നും ഇഷ്ടപ്പെട്ടു എന്നൊക്കെ വിചാരിക്കുന്നു. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനോ നിങ്ങളുടെ റിലേറ്റീവ്സിനോ ഒക്കെ ഒന്ന് അയച്ചു കൊടുക്കുക. വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ അതിനെക്കുറിച്ചുള്ള കമൻറ്റ്സ് എന്താണേലും നിങ്ങളുടെ ഫീഡ്ബാക്കും അവിടെ ഒന്ന് പോസ്റ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.